നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസമാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്ന ഏറ്റവും വലിയ ശക്തി എന്ന് നാം അറിയാം. എത്ര വലിയ പ്രതിസന്ധിയാണെങ്കിലും ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ആളുകളോട് സംസാരിച്ചാൽ, അവരോട് കൂട്ടുകൂടിയാൽ ഏത് പ്രതിസന്ധിയെയും ധൈര്യത്തോടെ അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കും. ഒരിക്കൽ അതീവ ശൈത്യമുണ്ടായിരുന്ന ഒരു സമയത്ത് തൻ്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങാൻ മഞ്ഞുറഞ്ഞു കിടക്കുന്ന ഒരു തടാകത്തെ മറികടക്കാൻ ശ്രമിച്ച മനുഷ്യൻ്റെ കഥ കേട്ടിട്ടുണ്ട്. തണുത്തുറഞ്ഞു കിടക്കുന്ന ആ തടാകത്തിന് മുകളിലൂടെ അക്കരെ എത്തുക എന്നത് അദ്ദേഹത്തിന് വലിയ പേടിയുള്ളൊരു കാര്യമായി തോന്നി. ഏത് നിമിഷവും താൻ നടക്കുന്ന ആ മഞ്ഞുറഞ്ഞ തടാകത്തിലെ ഐസ് ഒരുപക്ഷെ പൊട്ടി മാറിയിട്ട് ആ തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് താൻ വീണുപോകാൻ സാധ്യതയുണ്ട് എന്ന ഭയമായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ മരുന്ന് കിട്ടിയില്ലെങ്കിൽ തൻ്റെ ഭാര്യ ഈ ലോകത്തോട് വിട പറയും. അതുകൊണ്ട് എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ തടാകത്തെ മറികടന്ന് തൻ്റെ ഭാര്യയ്ക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിക്കൊണ്ടുവരുവാൻ ആ മനുഷ്യൻ വീട്ടിൽ നിന്നിറങ്ങി. ഇഴഞ്ഞും ആ മഞ്ഞിൽ ആ ഐസിൻ്റെ മുകളിൽ നീന്തിയുമൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ നീങ്ങുന്നത്. സമയം ഒരുപാട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ അകത്ത് വലിയ ഭയം. എങ്ങാനും ഈ മഞ്ഞുകെട്ടകൾ പൊട്ടിമാറിയാൽ പിന്നെ തന്നെ തിരിച്ചു കിട്ടില്ലെന്ന് തനിക്കറിയാം. അതുകൊണ്ട് വളരെ പേടിയോടെ, വളരെ ശ്രദ്ധയോടെ നീന്തിയും ഇഴഞ്ഞും ആ ഐസിന്റെ മുകളിലൂടെ അദ്ദേഹം മറുകര ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. അങ്ങനെ അദ്ദേഹം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തൻ്റെ പുറകിൽ പ്രകമ്പനം കൊള്ളുന്ന തരത്തിൽ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു. അദ്ദേഹം വിചാരിച്ചു, താനിപ്പോൾ നടന്ന് നീങ്ങുന്ന, ഇഴഞ്ഞു നീങ്ങുന്ന ഈ ഐസ് പൊട്ടിമാറുകയാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിനകത്ത് വലിയ ഭയം. പക്ഷെ അദ്ദേഹം ഇങ്ങനെ ഭയപ്പെട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കുതിരകൾ വലിക്കുന്ന ഒരു വലിയ വണ്ടി തൻ്റെ പിന്നാലെ അതിശീഘ്രം പാഞ്ഞു വരികയാണ്. പല കുതിരകളുടെ ശക്തിയോടെ ഒരു വലിയ ട്രക്ക് വലിച്ചുകൊണ്ട് ആ മഞ്ഞിൻ്റെ മുകളിലൂടെ, ഈ തടാകത്തിൻ്റെ മുകളിലൂടെ അത് പാഞ്ഞുപോയി. അത് പോകുന്നത് കണ്ടപ്പോൾ ഈ മനുഷ്യന് മനസ്സിലായി, ഇത്രയും നേരം വളരെ പേടിയോടുകൂടെ ഇതേ തടാകത്തിന് മുകളിലൂടെയല്ലേ ഞാൻ ഇഴഞ്ഞു നീങ്ങിയത്. ആ കുതിരകളെയും അത് വലിക്കുന്ന ആ ട്രക്കിനെയുമൊക്കെ ഈ തണുത്തുറഞ്ഞ തടാകത്തിന് താങ്ങുവാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് എന്നെ താങ്ങാൻ പറ്റില്ല? ഇഴഞ്ഞു നീങ്ങിയ മനുഷ്യൻ പെട്ടെന്ന് നിവർന്നെഴുന്നേറ്റ് നിന്നു. എന്നിട്ട് ധൈര്യം മുഴുവൻ സംഭരിച്ചുകൊണ്ട് അക്കരെ ലക്ഷ്യമാക്കി അതിശീഘ്രം നടന്നു. അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത് വളരെ ധൈര്യത്തോടുകൂടെ ആ മഞ്ഞിൻ്റെ മുകളിലൂടെ, തണുത്തുറഞ്ഞ തടാകത്തിന് മുകളിലൂടെ കുതിരകൾ വലിച്ചുകൊണ്ടുപോയ ആ ഭാരമുള്ള ട്രക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്തെ തെറ്റായ ചിന്തകൾ, സംശയങ്ങൾ, ഭയം പലതിനെയും തുറന്ന മനസ്സോടെ കാണാൻ നമുക്ക് പറ്റാതെ വരുന്നു. പക്ഷെ വിശ്വാസമുള്ള, ദൈവത്തിൽ ആഴമായി വിശ്വസിക്കുന്ന ആളുകളോട് സഹകരിച്ചാൽ, ചേർന്ന് നടന്നാൽ നമ്മുടെ സംശയങ്ങളൊക്കെ ദൂരീകരിക്കപ്പെടും. ഭയങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എന്നേക്കുമായി മാറും. സത്യത്തിൽ അങ്ങനെയുള്ള ആളുകളോട് ചേർന്ന് നിൽക്കണം.
നമ്മെ നിരാശപ്പെടുത്തുന്നവരോട് ചേർന്നല്ല, ഭയപ്പെടുത്തുന്നവരോട് ചേർന്നല്ല, പകരം ധൈര്യപ്പെടുത്തുന്നവരോട് ചേർന്ന് നിൽക്കണം. പോസിറ്റീവായി ചിന്തിക്കുന്ന ആളുകളുമായി ചേർന്ന് നിൽക്കണം. അങ്ങനെ ചേർന്ന് നിന്നാൽ നാം അറിയാതെ ധൈര്യത്തോടെ ഒരുപാട് വെല്ലുവിളികൾ ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. മാത്രമല്ല, നമ്മുടെ വെല്ലുവിളികളെ വളരെ നന്നായിട്ട് അതിജീവിക്കാനും നമുക്ക് കഴിയും. അതുകൊണ്ട് വിശ്വാസത്തോടെ, വിശ്വാസത്തിന് വില കൊടുക്കുന്നവരോട് ഒക്കെ ചേർന്ന് നമ്മുടെ ചുവടുകളെ വയ്ക്കുവാൻ നമുക്കിടയാണ്. അങ്ങനെ വയ്ക്കുമ്പോൾ ഒന്നിനും നമ്മെ ഭയപ്പെടുത്താൻ പറ്റില്ല, ഒന്നിനും നമ്മെ നിരാശപ്പെടുത്താനാവില്ല. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും, നാം ധൈര്യമുള്ളവരാണ്. അങ്ങനെ ധൈര്യമായി നമ്മുടെ ചുവടുകൾ വയ്ക്കണം. അതാകട്ടെ നമ്മുടെ ജീവിതത്തിലെ ലക്ഷ്യം.